ഊണും ഉറക്കവും ഇണചേരലും കഴിഞ്ഞ് വേറെന്തോ കൂടി മനുഷ്യനെ നേടാനുണ്ട് എന്നുറച്ച് അതിനെ തേടി ഇറങ്ങിയവർ. അക്കൂട്ടത്തിൽ വാമദേവനുണ്ട്, ഭാരദ്വാജനുണ്ട്, കൗത്സ്യനുണ്ട്, ഉദ്ദാലനുണ്ട്, അതാ നാരദനുമുണ്ട്. വീണ വായിച്ചുകൊണ്ട് ലോകം ചുറ്റുന്ന മുനി. എല്ലാം അറിയാമെങ്കിലും ഒന്നിലും മനസ്സ് ചെല്ലാത്ത മഹാസംയമി. പ്രപഞ്ചമാകെ ഒരു സുഖഗാനമായി സ്വാംശീകരിച്ച് അതിൻ്റെ ആവിഷ്കാരത്തിൽ ആനന്ദം കണ്ടെത്തുന്ന കലാകാരൻ. ചെറുപ്പത്തിൽ അച്ഛനായ ബ്രഹ്മാവിൻ്റെ തൊഴിലിനോട് അല്പം കുസൃതി കലർന്ന മട്ടിൽ പരിഹാസം കാട്ടി അച്ഛൻ ശപിച്ചു വിട്ടു. പിന്നെ ഒരു ദിവസം പശുവിനെ കറന്നുകൊണ്ടിരുന്ന അമ്മ പാമ്പ് കടിച്ചു മരിച്ചു. അതോടെ എല്ലാ പാശങ്ങളും മറ്റു എന്ന് കണക്കാക്കി നാരദൻ നാടും കൂടും വിട്ടിറങ്ങിയതാണ്. അലഞ്ഞു നടക്കുക തന്നെ പണി. കൂട്ടത്തിൽ പലതും പഠിച്ചു. അറിയുന്തോറും അറിയാനുള്ളതിൻ്റെ ആഴം മനസ്സിലായി. അങ്ങനെ തേടിയെത്തിയതാണ് ഉത്തരാഖണ്ഡത്തിലെ ഈ പുകൾപെറ്റ ജ്ഞാനഭൂമിയിൽ. സനൽകുമാരൻ എന്നും സ്കന്ദൻ എന്നും അറിയപ്പെടുന്ന മഹാതപസ്വിയായ ഋഷിയുടെ മുന്നിൽ നാരദൻ ചെന്നു നിന്നു. ഗുഹാമുഖത്ത് കണ്ണടച്ചിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് പരമമായ ശാന്തി നാലുപാടും പ്രസരിക്കുന്നത് പോലെ നാരദന് തോന്നി. ഗുരു, നാരദൻ വിളിച്ചു. സമാധിയിൽ നിന്നുണർന്ന സനൽകുമാരൻ മുന്നിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ വാത്സല്യപൂർവ്വം കടാക്ഷിച്ചു.